പാലാ നഗരസഭാ ഭരണത്തിൽ പ്രതിസന്ധിയാണ്. ചെയർപേഴ്സണെതിരായ LDFിന്റെ അവിശ്വാസം ചർച്ച ചെയ്യാൻ നിർണായക കൌൺസിൽ യോഗം അല്പസമയത്തിനകം ചേരും. കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ച് 4 കൌൺസിലർമാർ യോഗത്തിനെത്തിയിട്ടുണ്ട്. UDFിനൊപ്പമായിരുന്ന സ്വതന്ത്രാംഗം മായ രാഹുലും എത്തിയിട്ടുണ്ട്. 26 അംഗ കൌൺസിലിൽ 12 അംഗങ്ങളുള്ള LDFിന് 2 പേരുടെ പിന്തുണ ലഭിച്ചാൽ അവിശ്വാസം പാസ്സാകും. അഖിലും സജോ ദേവസ്യം വിവരങ്ങളുമായി. അഖിലേക്ക് ആദ്യം. അഖിൽ, ഇപ്പോൾ 4 പേർ ഇപ്പോൾ കോൺഗ്രസിന്റെ വിപ്പ് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. 2 പേരുടെ പിന്തുണയിൽ LDFിന് ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കും. അതിനുള്ള സാധ്യതയാണോ ഉരുത്തിരിയുന്നത്? ഈ 4 കോൺഗ്രസ് കൗൺസിലർമാർ, വിപ്പ് സ്വീകരിക്കാത്ത 4 കൗൺസിലർമാർ ഇപ്പോൾ യോഗത്തിലെത്തിയിരിക്കുന്നു. ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാനാകുന്നുണ്ടോ? സ്മൃതി, അതായത് 5 കൗൺസിലർമാരാണ് മൊത്തം. അതായത് UDFിന്റെ 5 കൗൺസിലർമാരാണ് മൊത്തത്തിൽ ഇപ്പോൾ ഉള്ളിൽ നിൽക്കുന്നത്. യോഗ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ 5 കൗൺസിലർമാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ തന്നെ 17 ആവും. അതായത് 12 LDFും 5 കൂടി ചേർന്നാൽ 17 കൗൺസിലർമാരാവും എന്നുള്ളത് തന്നെയാണ്. ഈ 17 പേർ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ അവിശ്വാസം പാസ്സാവുകയും ചെയ്യുന്നതാണ്. ഇവർ നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് കോൺഗ്രസിന്റെ വിപ്പ് എന്ന് പറയുന്നത് വിട്ടു നിൽക്കണം, അതായത് ഈ യോഗത്തിൽ പോലും പങ്കെടുക്കാതെ വിട്ടു നിൽക്കണം എന്നുള്ളതായിരുന്നു. അതിനെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ 4 കോൺഗ്രസ് കൗൺസിലർമാരും ഒരു മായ രാഹുൽ സ്വതന്ത്ര കൗൺസിലറും എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇവർ തന്നെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഈ ശക്തമായ രീതിയിൽ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെ പ്രതിഷേധം ഉന്നയിക്കുകയും പരസ്യമായ അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നത്. സ്വാഭാവികമായും ഇവരിൽ നിന്നും എതിർത്ത്, അതായത് വിശ്വാസത്തെ എതിർത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് പോകില്ല. അവർ അവിശ്വാസത്തിൽ ഒപ്പുവെക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 6 കോൺഗ്രസ് കൗൺസിലർമാരുള്ളത്. ഈ 6 പേർക്കാണ് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഈ വിപ്പ് മണ്ഡലം പ്രസിഡന്റ് മുഖേന നൽകിയിരിക്കുന്നത്. അതിൽ 4 പേർ, ഇപ്പോൾ നിലവിൽ അകത്തിരിക്കുന്ന 4 പേർ, ഈ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള 4 പേർ ഈ വിപ്പ് അല്ലെങ്കിൽ ഈ വിപ്പ് സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. 2 പേർ മാത്രമാണ് നേരിട്ട് ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നത്. മറ്റു 4 പേരുടെ വീടുകളിൽ ഈ മണ്ഡലം പ്രസിഡന്റ് ഇത് പതിച്ച് മടങ്ങുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഒപ്പിട്ട വിപ്പ് സെക്രട്ടറിക്ക് നൽകണം. എന്തായാലും നിലവിൽ ഈ 11 മണി വരെ ഇതുവരെ പാലാ നഗരസഭ സെക്രട്ടറിക്ക് ഈ ഒപ്പിട്ട ഈ വിപ്പ് അല്ലെങ്കിൽ കൈപ്പറ്റി എന്ന് പറയുന്ന ഈ വിപ്പിന്റെ മറ്റു കാര്യങ്ങൾ സെക്രട്ടറിക്ക് നൽകിയിട്ടില്ല. അത് ഇതിന് ശേഷം നൽകിയാലും മതിയോ. പക്ഷേ നിലവിൽ ഇതുവരെ ആ കാര്യങ്ങൾ പോലും നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നീടാണ് അതിൽ ഈ മുകളിലേക്ക് തയ്ക്കുകയും വെക്കും. അപ്പോൾ ചിലപ്പോൾ ഈ സാങ്കേതികപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒപ്പിടാത്തത് കൊണ്ട് ഇവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സാങ്കേതികത്വത്തിൽ പിടിച്ചിരുന്ന ഒരു പക്ഷേ ഈ അയോഗ്യതയും മറ്റു നടപടികളിലേക്കും കടക്കാതിരിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 4 പേർ ഒപ്പിടാതിരിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ 4 പേർ അവിശ്വാസം ഒപ്പിട്ട് വാങ്ങാത്തവരാണ്. 2 പേർ വാങ്ങിയിട്ടുണ്ട്. അവർ വരികയും ചെയ്തിട്ടില്ല. മറ്റ് കോൺഗ്രസിന്റെ കൗൺസിലർമാരോ അല്ലെങ്കിൽ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകളോ ആരും തന്നെ, അല്ലെങ്കിൽ UDFിന്റെ മറ്റുള്ളവർ ആരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് 14-ൽ 5 പേർ എത്തി, ബാക്കി 9 പേർ ഇന്ന് എത്തിയിട്ടില്ല. ചെയർപേഴ്സൺ അടക്കമുള്ള 9 പേർ ഇന്ന് വരികയും ചെയ്തിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഈ 14 പേരുണ്ട്, അല്ലെങ്കിൽ എണ്ണം 14 തികച്ചാൽ, 14 കാണിച്ചാൽ മാത്രം മതി. അവിശ്വാസം തെളിയിക്കാൻ 14 അംഗങ്ങളുടെ പിന്തുണ മാത്രം കാണിച്ചാലും മതി. നിലവിലെ സാഹചര്യത്തിൽ LDFിനത് 17 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള വാർത്തയിലേക്ക് വരാം. ഇപ്പോൾ